കെ അരുൺകുമാർ ഇന്ന് കോടതി നിരവധി ചോദ്യങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കുന്നു. ആദ്യത്തെ ദിവസം സംസ്ഥാനത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയായിരുന്നു ഹൈക്കോടതി ചെയ്തത്. കോടതി ആരെ വിഡ്ഢിയാക്കാനാണ് ഈ സർക്കാരിന്റെ വിശദീകരണങ്ങൾ എന്നാണ് അന്ന് പറഞ്ഞത്. കാരണം കൃത്യമായ കണക്ക് സംസ്ഥാനം മുന്നോട്ട് വച്ചിരുന്നില്ല. പിന്നീട് കണക്കുകൾ സംസ്ഥാനം കോടതി മുമ്പാകെ എത്തുന്നു. ഇപ്പോൾ കോടതി കേന്ദ്രത്തോട് ചോദിക്കുന്നു, പഴയ കണക്കുകൾ ഇപ്പോഴാണോ ചോദിക്കേണ്ടത് എന്ന്. കോടതിയുടെ മാധ്യസ്ഥത്തെ എങ്ങനെയാണ് ഇപ്പോൾ അരുൺകുമാർ കാണുന്നത്? ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ടോ? ഇവിടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സുവോമോട്ടോ ആയിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്തതാണ്. കാരണം ഈ ദുരന്തമുണ്ടായി, ദുരന്തത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളും അതുപോലെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം നടക്കുമ്പോൾ അത് ആ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിൽ കേന്ദ്രം എന്ത് സഹായമാണ് തന്നത് എന്ന് ഉള്ള ചോദ്യം ഉയർന്നു വന്നു. കേരളത്തിന്റെ റെപ്രസെന്റേഷൻ പെൻഡിംഗ് അല്ലേ, എന്തെങ്കിലും കൊടുക്കൂ എന്നെല്ലാം പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത പണത്തിന്റെ വിവരങ്ങളുമെല്ലാം കോടതിയുടെ മുന്നിൽ വന്നു. ആ സമയത്ത് കേന്ദ്ര ഗവൺമെന്റ് ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തു. ആ അഫിഡവിറ്റിൽ സംസ്ഥാനത്തിന് കൊടുത്ത പണത്തിന്റെ വലിയ ഒരു പട്ടികയാണ് നിരത്തിയത്. ആ അഫിഡവിറ്റ് ഫയൽ ചെയ്തത് ഡിസംബർ മാസം 6-ാം തീയതിയാണ്. അതിന്റെ 3-ാമത്തെ പേജിൽ പട്ടികയുടെ 1-ാമത്തെ കോളത്തിൽ പറഞ്ഞത് 394.99 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്തു. പക്ഷെ അതിന്റെ തീയതി 31/3/2024 അതായത് ഈ ദുരന്തമുണ്ടാകുന്നതിന് 4 മാസം മുമ്പാണ് കേരളത്തിന്റെ അക്കൌണ്ടിലേക്ക് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുക്കുന്നത് പോലുള്ള ഫണ്ട് വന്നത്. അതിനുശേഷം പണം കിട്ടിയതായിട്ട് പറഞ്ഞിരിക്കുന്നത് 31/7/2024 അതായത് ദുരന്തമുണ്ടായി പിറ്റേ ദിവസം. പക്ഷേ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് സെൻട്രൽ ഷെയർ ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ 145.60 കോടി രൂപയാണ് ഷെയർ വന്നത്. പിന്നെ 1/10 വന്നു, അതും 145.60 കോടി രൂപയാണ്. അത് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആണ്. അതായത് ഈ 2 തവണയായി 296 കോടി രൂപ മാത്രമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൊടുത്തതുപോലെ കേരളത്തിനും നേരത്തെ ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച ബജറ്റ് വിഹിതം കിട്ടി. അതിനുശേഷം 16/11/2024 ഒരു 153.46 കോടി രൂപ തന്നു എന്നതാണ് ബിജെപിയുടെ നേതാക്കന്മാർ ഉള്ള വാദം. കോടതിയിലടക്കം അവരുടെ അഭിഭാഷകർ വാദം നടത്താൻ ശ്രമിച്ചത്. പക്ഷെ അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്രൂവൽ ഫ്രം NDRF സബ്ജക്ട് ടു അഡ്ജസ്റ്റ്മെന്റ് ഓഫ് 50% ഓഫ് ബാലൻസ് അവൈലബിൾ ഇൻ SDRF. അത്തരത്തിലൊരു അപ്രൂവൽ അവർ ആഗ്രഹിച്ചു. അത് പണം കേരളത്തിന് ഡിസ്പേഴ്സ് ചെയ്തില്ല. അതാണ് ഈ കേരളത്തിൽ വലിയ തരത്തിലുള്ള എയർ ബില്ലും അതുപോലെ ഡെബ്രീസുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം അങ്ങനെ പണം കൊടുക്കാൻ ആലോചിക്കുമ്പോൾ അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ അത് ഞങ്ങൾ തന്നെ കൂട്ടിക്കിഴിച്ച് ആ പണം തിരിച്ചു പിടിക്കുന്നു എന്ന രൂപത്തിലുള്ള ഒരു വാദം നടത്തിയത്. അല്ലാതെ ഒരു പണവും ഈ കേരളത്തിന് ഇതുവരെ തന്നിട്ടില്ല. വയനാടിന്റെ പേരിൽ 1 രൂപ പോലും റിലീസ് ചെയ്തിട്ടില്ല. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചത്, ഇത്തരത്തിൽ ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ നിരവധി റെപ്രസെന്റേഷനുകൾ തന്ന് കാത്തിരിക്കുമ്പോൾ ഈ നാടിനെ പുനർനിർമ്മിക്കേണ്ട സാഹചര്യം നിലനിൽക്കുമ്പോൾ നിങ്ങൾ 2006 മുതൽ ഈ രാജ്യത്ത് പലതരത്തിൽ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ കേരളത്തിലെ പ്രകൃതി ദുരന്തത്തിന് ഫ്ലൈറ്റ് ഓടിയതും എയർഫോഴ്സിന്റെ ചെലവുമെല്ലാം ഇപ്പോൾ നിങ്ങൾ ഈടാക്കുന്നതിൽ എന്തു മര്യാദയാണ് എന്ന് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള PDF ഫണ്ട് റെപ്രസെന്റേഷൻ എല്ലാം കൊടുത്തു. നമ്മൾ കാത്തിരിക്കുന്നു. 1 രൂപ പോലും തന്നിട്ടില്ല. ഹൈക്കോടതി കഴിഞ്ഞ തവണ ചോദിച്ചു, SDRFൽ എത്ര രൂപയുണ്ട്, നിങ്ങൾക്ക് കണക്കുണ്ടോ? അതോടൊപ്പം തന്നെ നിങ്ങൾ കമ്മിറ്റ്മെന്റ് ഉള്ള പണം എത്രയാണ്? അന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു, കമ്മിറ്റ്മെന്റ് ഉള്ളത് 14 ജില്ലകളിൽ നിന്നും, താലൂക്ക് ഓഫീസിൽ നിന്നും, വില്ലേജ് ഓഫീസിൽ നിന്നും, കൃഷി ഓഫീസിൽ നിന്നും, അതുപോലെ ക്ഷീര ഓഫീസിൽ നിന്നും എല്ലാം കണക്ക് ശേഖരിക്കണം, ഒരാഴ്ച വേണം. അന്ന് എല്ലാ മാധ്യമങ്ങളും സംസ്ഥാന ഗവൺമെന്റിനെതിരെ കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം എന്ന രൂപത്തിൽ തന്നെയാണ് ചർച്ച നടത്തിയത്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് ഒരാഴ്ച സമയം വേണം. ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കണക്കുകൾ ശേഖരിച്ചു കൊടുത്തു. 700 കോടി രൂപ സംസ്ഥാനത്തിന്റെ SDRFൽ ഉണ്ട്. പക്ഷെ 638.6 കോടി രൂപ കമ്മിറ്റഡ് ആണ്. കഴിഞ്ഞ 2 കൊല്ലമായി ഈ കേരളത്തിൽ നടന്ന വിവിധ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയ അപേക്ഷകൾ പരിഗണിച്ച്, റോഡുകളുടെ പുനർനിർമ്മാണം അപേക്ഷകൾ പരിഗണിച്ച് ഘട്ടം ഘട്ടമായി റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തുകയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ വെറും 61 കോടി രൂപ മാത്രമേ SDRFൽ ഉള്ളൂ എന്നുള്ള സത്യം നമ്മുടെ മുന്നിൽ വന്നു. കോടതി അത് കഴിഞ്ഞ ഡേറ്റിൽ മനസ്സിലാക്കി. കോടതി തന്നെ പറഞ്ഞു, ഈ ഫണ്ട് കണക്കില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല, കണക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത്. ഇപ്പൊ ഞങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് 132 കോടി രൂപയുടെ ബില്ല് കഴിഞ്ഞ 10-20 വർഷത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയച്ചിരിക്കുന്ന കാര്യം നാം കാണുന്നത്. ഇവിടെ മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞു, 3 വാർഡല്ലേ ഒലിച്ചു പോയോളൂ, ഇതത്ര വലിയ ദുരന്തമാണോ എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെ എണ്ണം വലിപ്പം വെച്ച് നോക്കിയാൽ 3-ാമത്തെ പ്രകൃതി ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത്. ഈ കേരളത്തിലുള്ള ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളിൽ മരണം, നാശനഷ്ടം വെച്ച് 1-ാമത്തെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് കേരളത്തിൽ ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ 138 ദിവസം കഴിഞ്ഞു ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട്. പ്രധാനമന്ത്രി നമ്മെ വന്ന് കണ്ടു തിരിച്ചുപോയിട്ട് 128 ദിവസമായി. ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ കേരളം കൊടുത്തിട്ട് 121 ദിവസമായി. നയാ പൈസ നമുക്ക് തരാതെ നമ്മുടെ SDRF ഫണ്ടിൽ മറ്റു 14 ജില്ലകൾക്ക്
പദ്ധതികൾക്കും വേണ്ടി അനുവദിക്കപ്പെട്ട പണം, ആ പണം തിരിച്ചു പിടിക്കാനും നമ്മളെ ആക്ഷേപിക്കുന്ന തരത്തിൽ കഴിഞ്ഞ 18 കൊല്ലത്തെ ബില്ല് ഇപ്പോൾ അയച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് നിശ്ചിതമായിട്ടുള്ള വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചത്. ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി അവിടെ തന്നെ കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകന് അണ്ടർടേക്ക് ചെയ്യേണ്ട സ്ഥിതി വന്നിരിക്കുകയാണ്. ഈ വിഷയങ്ങളെല്ലാം കേന്ദ്രത്തിന്റെ മുന്നിൽ വീണ്ടും അവതരിപ്പിക്കും. SDRF നിയമത്തിലും അതുപോലെ NDRF നിയമത്തിലും റിലാക്സേഷൻ വരുത്തിക്കൊണ്ട് തന്നെ പണം അനുവദിക്കാൻ പാകത്തിനുള്ള ഇടപെടൽ നടത്തും എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കേരളം ഒറ്റക്കെട്ടായി ചോദിക്കുകയാണ്, എന്താ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ട സാഹചര്യം ഈ കേരളത്തോടുള്ള ഈ തെറ്റായ ഏറ്റവും മോശമായിട്ടുള്ള സമീപനത്തിന്റെ ഭാഗമായി നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. Debate with Smriti Parathikkad.